അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 8 വേരിയന്റുകളാണ് വരുന്നത്. 8 വേരിയന്റ്. നമുക്ക് എല്ലാത്തിന്റെയും പേരൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് HX2, HX4, HX5, HX6, HX7, HX8 കഴിഞ്ഞ HX10 ആണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഫുൾ ഓപ്ഷൻ മോഡൽ. അതിൽ ഈ HX എന്ന് പറയുന്നത് ഹ്യൂണ്ടൈ എക്സ്പീരിയൻസ് എന്നാണ്. ഇപ്പോഴത്തെ കാലത്ത് മച്ചാനെ തുറന്നു പറയാലോ വലിയൊരു ഉപകാരമുള്ള ഒരു സംഭവമാണിത്. കാരണം പല വാഹനത്തിലും അറിയാലോ മച്ചാനെ MBDയുടെ എന്താ പറയാ, നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വന്ന് പിടിക്കുക അല്ലെങ്കിൽ അത് ഊരിപ്പിക്കുക എന്നുള്ളൊരു ഇതാണ്. അപ്പൊ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക്, ഒരു വാഹനം മേടിക്കുന്ന ആൾക്കാർക്ക് ഒരു കൂളിംഗ് ഫിലിം ഒന്നും അടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഈ ഒരു കാര്യം നമുക്ക് കാണുമ്പോൾ എന്താ വെച്ചാൽ വലിയൊരു ആശ്വാസം. മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂര് പുഴയ്ക്കലുള്ള ആപ്കോ ഹുണ്ടായിലാണ് കേട്ടോ. എന്താന്നല്ലേ, നമ്മുടെ കോമ്പാക്ട് XUV ഈ ഒരു കാറ്റഗറിയിൽ ഗംഭീര വിജയമായിട്ടുള്ള ഒരു വാഹനമായിരുന്നു വെന്യൂ. ആ ഒരു വാഹനം കിണ്ണം കാച്ചി ഫീച്ചേഴ്സ് ആയിട്ട് വാഹനം നമുക്ക് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു വാഹനത്തിന്റെ വിശേഷമായിരിക്കുന്നു. അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് പോലെ പോരേട്ടാ. ഹുണ്ടായി വെന്യൂ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ആപ്കോ ഹുണ്ടായിലെ ട്രെയിനർ ആയിട്ടുള്ള ലിമുവൽ മച്ചാൻ നമ്മളോടൊപ്പം. മച്ചാനോട് വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാട്ടാ. മച്ചാനെ നമസ്കാരം ഉണ്ട് ട്ടാ. നമസ്കാരം അബുബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ മച്ചാനെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ കിട്ടിക്കാച്ചി ഐറ്റം പുതിയ വെന്യൂ അല്ലേ? അതെ. എന്തൊക്കെ മാറ്റങ്ങളാണ് ഹുണ്ടായി ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നുള്ളത്? നമുക്ക് പുതിയ വെന്യൂ ഒരു ഫുൾ മോഡൽ ചേഞ്ച് ആയിട്ടാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത്. വീൽ ബേസ്, അതുപോലെ വിഡ്ത്ത്, ഹൈറ്റ് എല്ലാം കൂട്ടിയിട്ടുണ്ട്. ഇതും കൂടാഞ്ഞിട്ട് നമുക്ക് ഡീസലിൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അതെ, വിളിച്ചല്ലോ. കൂടുതൽ നമുക്ക് ഇതിന്റെ ഓരോ ഇതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അബുബ്രോ, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് വെന്യൂവിന്റെ ഫുൾ ഓപ്ഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് മോഡലാണ്. ഓക്കെ, ഡീസൽ അല്ല. വെന്യൂ നമുക്ക് 2 മോഡലിൽ അവൈലബിൾ ആണ്, ഒന്ന് പെട്രോളിലും ഒന്ന് ഡീസലിലും. അതിൽ നമുക്ക് ഇപ്പോൾ കാണുന്ന മോഡല് നമ്മുടെ പെട്രോൾ ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ ആണ്. അതായത് HX10 ആണ് പേര് വരുന്നത്. കുറെ വേരിയൻസ് വന്നിട്ടുണ്ട്, വേരിയന്റോളം നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവിന് തന്നെ എന്താ പറയാ, കൺഫ്യൂഷൻ വരുന്ന അത്രയധികം ഫീച്ചേഴ്സ് ആണ് ഓരോ മോഡൽസിലും കൊടുത്തിട്ടുള്ളത് അല്ലേ? അതെ അതെ. ഇത് എല്ലാത്തിന്റെയും പേരൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് HX2, HX4, HX5, HX6, HX7, HX8 കഴിഞ്ഞ HX10 ആണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഫുൾ ഓപ്ഷൻ മോഡൽ. അതിൽ ഈ HX എന്ന് പറയുന്നത് ഹ്യൂണ്ടൈ എക്സ്പീരിയൻസ് എന്നാണ്. ഓക്കെ, ഡീസലിലായാലും പെട്രോളിലായാലും ഇത് തന്നെയാണോ വേരിയൻസ്? അതിൽ ചില വേരിയൻസ് ഡീസലിന് മാത്രമേ ഉണ്ടാവുള്ളൂ. HX7 എന്ന് പറഞ്ഞ വേരിയന്റ് ഡീസൽ മാനുവൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. HX4 എന്ന് പറഞ്ഞ വേരിയന്റ് പെട്രോളിൽ 1.2 മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ശരിക്കും പറയാൻ കൺഫ്യൂഷൻ ചെറുതായിട്ട് വരും.
അല്ലേ? നമുക്കിപ്പോ കൂടുതലും നമുക്കിത് എളുപ്പമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൈസ് സെഗ്മെന്റ് നമുക്കൊരു കസ്റ്റമർക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ ആ സെഗ്മെന്റിലുള്ള വേരിയൻസ് ഏതൊക്കെയാണ് അത് മാത്രം നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ ആയിട്ടൊരു മോഡൽ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് SUVs ആയിട്ടുള്ള പാലിസൈഡ് പുറമത്തെ ഒരു SUV ആണ് നമ്മുടെ. ആ ഒരു മോഡലിലേക്കാണ് വണ്ടിയുടെ ഒരു ഫ്രണ്ട് ഭാഗം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാന മാറ്റം വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ തന്നെ നമുക്കിപ്പോൾ ക്രെറ്റയിൽ കാണുന്ന പോലത്തെ ക്വാഡ് ബീം LED ഹെഡ് ലാംപ്സ് ആണ് ഇതിൽ കണ്ടുവരുന്നത്. ഇതിൽ നമുക്ക് സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഹൊറൈസൺ LED ഒരു DRL ലൈനിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. അതിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു പുതുതായിട്ട് നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് താഴെ സ്കിഡ് പ്ലേറ്റിന്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സൈഡ് പാർക്കിംഗ് സെൻസേഴ്സും കൂടി ഇതിൽ അവൈലബിൾ ആണ്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ DRLന്റെ എക്സ്റ്റൻഷനായിട്ട് ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ട്വിൻ ഹോൺ DRL എന്നാണ് പറയുന്നത്. സെൻട്രലായിട്ട് നമുക്ക് 360യുടെ ഒരു ക്യാമറ കാണാം. ഇത് നമുക്ക് വരുന്നത് ഡാർക്ക് ക്രോം റേഡിയേറ്റർ ഗ്രില്ലാണ് വരുന്നത്. ശരിക്കും അതെ, ഡാർക്ക് ക്രോം ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ വരുന്നത്. കറക്റ്റ് ഈ ഒരു ബ്ലാക്കിനോട് മാച്ച് ആവുന്ന രീതിയിൽ അല്ലേ? അതെ. വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 16 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡല് HX10 പെട്രോൾ DCT ആണ്. ആ DCTയുടെ എംബ്ലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിറേഴ്സ് നോക്കുക വെച്ചാൽ നമുക്ക് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്ന മിറർ ഫോൾഡിംഗ് ഉള്ള മിറേഴ്സ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് 360 ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പഡിൽ ലാംപ്സും വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡാർക്ക് ക്രോം ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് കീലെസ് എൻട്രി പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അബു ബ്രോ, വാഹനത്തിന്റെ റിയർ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആന്റിന, ഒരു ബ്രിഡ്ജ് ടൈപ്പ് റൂഫ് റെയിൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഡീഫോഗർ ലൈൻസ്, അതുപോലെ റിയർ വൈപ്പർ ആൻഡ് വാഷർ എല്ലാം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും നമുക്ക് കണക്റ്റഡ് LED ടൈൽ ലാംപ്സ് ആണ് വരുന്നത്. ഇതിൽ നമുക്കൊരു എംബ്ലം, ഇതിപ്പോൾ അയോണിക്കിലേക്ക് കാണുന്ന പോലത്തെ ഒരു ഇൻഗ്ലാസ് എംബ്ലമാണ് വെന്യൂ ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നത്. അതൊരു വെറൈറ്റി ഉണ്ടല്ലോ. ബൂട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 350 ലിറ്റർ ആയിരുന്നു. ഇപ്പൊ നമുക്കത് 375 ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലോ വരുന്നത്. നമുക്ക് ഇവിടെയും സ്പീക്കർ, ബോസിന്റെ സ്പീക്കേഴ്സ് ബാക്കിലും വരുന്നുണ്ട്. ഊഫറാണോ? ഊഫർ, സബ് ഊഫറാണല്ലേ? ഊഫർ വരുന്നുണ്ട്. ഓക്കെ, ഇൻക്ലൂഡ് ആണത്? അതെ. അത് നമുക്ക് ഈ ഒരു ബേസ് മോഡൽ ഉണ്ടാവുമോ? അതിന്റെ ഇല്ല, ബേസ് മോഡലില്ല. ബേസ് മോഡലില്ല. ഓക്കെ, അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാലോ അല്ലെ? എന്തൊക്കെയാണ് ഇല്ലാത്തത്, എന്തൊക്കെയാണ് ഉണ്ടാവാന്നുള്ളത്. അതെ. ബാക്കിൽ സ്കിഡ് പ്ലേറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റിവേഴ്സ് ലൈറ്റ് സാധാരണ ഇവിടെയാണ് വരാറുള്ളെങ്കിൽ ഇതിന് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എനിക്കത് തോന്നുന്നു കൂടുതൽ റിവേഴ്സ് ഇടുമ്പോ എന്താ പറയാ ബാക്കിലത്തെ ആ ഒരു വിസിബിലിറ്റി കാണാൻ വേണ്ടിട്ടല്ലേ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെന്യൂന്റെ പുറത്തെ വിശേഷങ്ങൾ ഇത്രയാണ് വരുന്നത് അല്ലേ? അതെ, നമുക്ക് അതിന് ഉള്ളിലേക്ക് നോക്കിയാലോ? തീർച്ചയായും ബ്രോ, നമുക്ക് ഇന്റീരിയറിൽ നോക്കാം. ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്നത് ഈ ഡോർ പാഡ് ആണ്. ഇത് നമുക്കൊരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫിനിഷ് നമുക്ക് ടെറാസോ ഫിനിഷ് ആണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്കൊരു ടൈൽസിലേക്ക് കാണുന്ന രീതിയിലുള്ള ഒരു വൈറ്റിൽ ഒരു ബ്ലാക്ക് ഡോട്ട്സ് അല്ലേ? ലെതറാണോ വരുന്നത്? അതെ, ലെതററ്റ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിറർ ഫോൾഡിംഗ് ബട്ടൺ ഇതിന്റെ ഉള്ളിലാണ് വരുന്നത്. മുന്നേ നമുക്ക് സെപ്പറേറ്റ് ബട്ടൺ ആയിട്ടാണ് കൊടുത്തിരുന്നത്. ഓക്കെ, ഇതിപ്പോ ടോപ്പ് ഹാൻഡിൽ മാത്രമാണോ ഈ ഒരു ടൈപ്പ് ഉണ്ടാവുക? ബേസ് മോഡൽ മുതൽക്ക് നമുക്ക് ബേസ് മോഡൽ മിറർ ഫോൾഡിംഗ് ഉണ്ടായിരിക്കില്ല. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ബേസ് മോഡൽ മുതലുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ മുതൽക്ക് മിറർ ഫോൾഡിംഗ് ഉണ്ട്. ടോപ്പ് മോഡലിൽ വരുന്ന മറ്റൊരു ഫീച്ചറാണ് ബോസിന്റെ പ്രീമിയം സ്പീക്കേഴ്സ്. 8 സ്പീക്കറാണ് നമുക്ക് ബോസിന്റെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ബോസിന്റെ സ്പീക്കർ ഈ ടോപ്പ് ഹാൻഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബേസ് മോഡലൊക്കെ നമുക്ക് സാധാ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അതില് നമുക്കൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളും വന്നിട്ടുണ്ടല്ലോ അല്ലെ? നമുക്ക് വെന്യൂവിന്റെ ഡ്രൈവർ സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 4-way അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് സീറ്റ് വെന്റിലേഷൻ ഇത്തവണ പുതിയ വെന്യൂവിൽ നമുക്ക് സീറ്റ് വെന്റിലേഷൻ അവൈലബിൾ ആണ്. സീറ്റും ഈ പറഞ്ഞോണം തന്നെ ഡ്യുവൽ ടോൺ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അല്ലെ? അതെ. നമുക്കിനി സ്റ്റിയറിംഗ് വീൽ നോക്കാം. ഒരു ഡീകട്ട് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ലെതർ സ്ട്രാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നമുക്ക് ബേസ് മോഡൽ മുതൽക്ക് തന്നെ ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഹ്യൂണ്ടയുടെ ലോഗോ നമുക്ക് മോർസ് കോഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലുള്ള കൺട്രോൾസ് എല്ലാം നമുക്ക് സ്റ്റീരിയോന്റെ ആണെങ്കിൽ ഇപ്പുറത്ത് വരുന്നതെല്ലാം അഡാസിന്റെയാണ് കൺട്രോൾസ് വരുന്നത്. ഇനി നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 12.3 ഇഞ്ചിന്റെ ഡ്യുവൽ കർവ് ലീനിയർ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് രണ്ട് 12.3 ഇഞ്ചിന്റെ സ്ക്രീനാണ് ഇതിൽ വരുന്നത്. ഒന്ന് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഒന്ന് നമുക്ക് ഇൻഫോർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത്. ഓക്കെ, ഇത് ബേസ് മോഡൽ ഇങ്ങനെ തന്നെയാണോ? അല്ല, ബേസ് മോഡലിൽ നമുക്ക് 10.25 ആണ് സ്ക്രീൻ വരുന്നത്. ഒരുപാട് സവിശേഷതകൾ ക്ലസ്റ്ററിൽ വന്നിട്ടുണ്ടല്ലോ അല്ലെ? തീർച്ചയായും. നമുക്ക് സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഇൻബിൽഡ് നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ബ്ലൂ ലിങ്ക് സെറ്റിംഗ്സ്, മറ്റ് പല ഫീച്ചേഴ്സും ഇതിൽ കാണാൻ കഴിയും.
ബ്ലൂ ലിങ്ക് വഴി തന്നെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ളതും വോയിസ് കമാൻഡ്സ് ഓൾറെഡി ഒരു 268 എംബഡഡ് വോയിസ് കമാൻഡ്സ് ഇതിൽ സേവ്ഡ് ആണ്. നമുക്ക് ഇൻബിൽഡ് നാവിഗേഷൻ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ആണ് ഈ സ്ക്രീനിൽ. പിന്നെ നമുക്ക് ബാക്കി ബ്ലൂ ലിങ്ക് സെറ്റിംഗ്സ്, മീഡിയ കൺട്രോൾസ് എല്ലാം നമുക്ക് ഈ ഒരു സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ? നമുക്ക് ഇതില് തീം മാറ്റാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്. നമുക്ക് ക്ലസ്റ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തീം ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ടുള്ളതുണ്ട്, ക്ലാസിക് ആയിട്ടുള്ളതുണ്ട്. അതുപോലെ 3 തീംസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ തന്നെ ഗ്രാഫിക്സ് മാറണം, അതും നമുക്ക് മാറ്റാൻ പറ്റില്ല ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ലൈറ്റ് ആണ് ഇതിന്റെ ഒരു വൈബ് അറിയാം. അതെ അതെ, നമുക്കിപ്പോ ഡ്രൈ മോഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇതിൽ കളർ ചേഞ്ച് വരുന്നത് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് സ്പോർട്സ് മോഡ് ഒക്കെ വേണമെങ്കിൽ ആ ഒരു മോഡിലേക്ക് ഇടാലോ അല്ലെ? അതെ. ഏതൊരു വാഹനം എടുത്താലും ആൾക്കാർ നോക്ക ഇപ്പോഴത്തെ കാലത്ത് സേഫ്റ്റി ആണല്ലേ? അതെ. എന്തൊക്കെയാണ് ഹുണ്ടായി ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സേഫ്റ്റി? നമുക്കിപ്പോ വെന്യൂടി വരുമ്പോൾ നമുക്ക് ബേസ് മോഡൽ മുതൽക്ക് തന്നെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. അതുകൂടാതെ ABS, EBD, VSM, HAC, അതുപോലെ ESC ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ നോർമൽ നമുക്ക് സേഫ്റ്റി മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടുള്ള സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സ്, അതുപോലെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് എല്ലാം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC-യുടെ ഒരു വെന്റിലേറ്റർ ഒക്കെ അടിപൊളി ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അതെ. അതുകൂടാതെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, ഇപ്പൊ ടെറാസോ ഫിനിഷ് നമ്മുടെ സൈഡിലായിട്ട് നമുക്ക് ടെറാസോ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെന്യൂവിന്റെ ഒരു ബ്രാൻഡിങ് ഇവിടെയും കൂടി നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾസ്, ഇൻഫോർടൈൻമെന്റ് കൺട്രോൾസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ടോഗിൾ സ്വിച്ചസ് വരുന്നുണ്ട് AC-യുടെ സ്പീഡ് കൂട്ടാനുള്ളത്, അതുപോലെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ചസ് ഇവിടെ വരുന്നുണ്ട്. ഇതിലൊക്കെ അത്യാവശ്യം നല്ല ഗ്ലോ ബോക്സിന്റെ ഭാഗം വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് കൂളിംഗും വരുന്നുണ്ട്, കൂൾഡ് ഗ്ലോ ബോക്സ്. അതിൽ നമുക്ക് ചിൽഡ് ആയിട്ട് എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം. കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ? അത് വീൽ ബേസ് നമുക്ക് 20 mm കൂടിയിട്ടുണ്ട്. പഴയ വണ്ടീനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2520 ആണ് ഇപ്പോഴുള്ള വീൽ ബേസ്. ഇവിടെ തന്നെ നമുക്ക് ഒരു വയർലെസ് ചാർജിങ്ങിന്റെ ഒരു പാഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചാർജിംഗ് പോർട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 12 വോൾട്ടിന്റെ പവർ ഔട്ട്ലെറ്റ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്, DCT ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സീറ്റ് വെന്റിലേഷന്റെ ഓപ്ഷൻസ് ഇവിടെ 2 സൈഡിലായിട്ട് കാണാം. നമുക്ക് 2 ഫ്രണ്ട് സീറ്റ്സിലും നമുക്ക് സീറ്റ് വെന്റിലേഷൻ ഉണ്ട്. നമുക്ക് ക്യാമറ ഓൺ ആക്കാനുള്ള ബട്ടൺ ആണ് ഇതിൽ വരുന്നത്. നമുക്ക് ഇതിൽ നോക്കി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി അതെ, നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറാസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് കാണുന്നത് ഒരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ. നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ അതിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ നമുക്ക് ഓട്ടോ ഹോൾഡിന്റെ ഒരു ഫീച്ചറും കൂടി അതിൽ വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സും ട്രാക്ഷൻ മോഡ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇതിൽ നമുക്ക് ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളും, കോഫി ടേബിളാണ് നമുക്ക് ഇതിനെ പറയുന്നത്. കോഫി ടേബിൾ ആകൃതിയിലുള്ള ഒരു കപ്പ് ഹോൾഡേഴ്സും എല്ലാം കൂടിയിട്ടുള്ള ഒരു കൺസോളാണ് ഇവിടെ, ഫ്രണ്ട് കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടില് ആംറെസ്റ്റ് വിത്ത് സ്റ്റോറേജ് ആണ്. റൂഫ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്മാർട്ട് ഇലക്ട്രിക് സൺറൂഫ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് വോയിസ് കമാൻഡ് വഴിയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഫ്രണ്ടിൽ 2 മാപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോക്രോമിക് മിറർ ആണ് വരുന്നത്. നമുക്ക് ഓട്ടോ ഡിമിംഗ് മിറേഴ്സ് ആണ് ഇത് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ബ്ലൂ ലിങ്കിന്റെ ബട്ടൺസ് കൂടി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് റിയർ സീറ്റിലോട്ട് ഇനി നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പഴയ വെന്യൂവിൽ ഇല്ലാത്തൊരു ഫീച്ചർ ആയിരുന്നു നമുക്ക് റിയർ വിൻഡോ സൺഷെയ്ഡ്. ഇത് നമുക്ക് ഈ ഒരു മോഡലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലത്തെ പാസഞ്ചേഴ്സിനെ വെയിൽ കൊള്ളാതെയും അതുപോലെ പ്രൈവസിക്കായിട്ട് നമുക്ക് വിൻഡോ സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് മച്ചാനെ തുറന്നു പറയാലോ, വലിയൊരു ഉപകാരമുള്ള ഒരു സംഭവമാണിത്. കാരണം പല വാഹനത്തിലും അറിയാലോ മച്ചാനെ, MBDയുടെ എന്താ പറയാ, നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അപ്പൊ വന്ന് പിടിക്കുക അല്ലെങ്കിൽ അത് ഊരിപ്പിക്കുക എന്നുള്ളൊരു ഇതാണ്. അപ്പൊ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക്, ഒരു വാഹനം മേടിക്കുന്ന ആൾക്കാർക്ക് ഒരു കൂളിംഗ് ഫിലിം ഒന്നും അടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തില് ഈ ഒരു കാര്യം നമുക്ക് കാണുമ്പോൾ എന്താ വെച്ചാൽ വലിയൊരു ആശ്വാസം. കാരണം നമ്മുടെ ലക്ഷങ്ങൾ കൊടുത്ത് വാഹനം മേടിച്ച് വെയില് അല്ലെങ്കിൽ ആ ഒരു ചൂട് അനുഭവിക്കാതെ പോകാൻ പറ്റില്ലോ എന്നുള്ള ഒരു ആശ്വാസം അല്ലെ? നേരത്തെ പറഞ്ഞ പോലെ വീൽ ബേസ് നമുക്ക് 2520, അതായത് 20 mm കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലെഗ് റൂം വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലെഗ് റൂം നന്നായി കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ ഫ്രണ്ടിലത്തെ സീറ്റ് അത്രയ്ക്കധികം സ്പേസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ഹെഡ് റൂം നമുക്ക് കൂട്ടിയിട്ടുണ്ട്. 1665 നമുക്ക് ഹൈറ്റ്. ഇപ്പോൾ മറ്റൊരു പ്രത്യേകത, നമ്മൾ ക്രെറ്റയിൽ കാണുന്ന പോലത്തെ റിക്ലൈനിങ് സീറ്റ്സ് ആണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 സ്റ്റെപ്പ് റിക്ലൈനിങ് സീറ്റ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ലോങ് ഒക്കെ പോവാണെങ്കിൽ ഒന്നും കൂടി എന്താ പറയാ, നല്ല രീതിയിൽ ചാരിയിട്ട് പോവാൻ പറ്റുമല്ലോ അല്ലെ? സെൻട്രൽ ആയിട്ട് നമുക്ക് AC വെന്റും AC വെന്റും പിന്നെ 2
ടൈപ്പ് സി ചാർജിങ്ങും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലോങ് ഒക്കെ പോവാണെങ്കിൽ സുഖകരമായിട്ടുള്ള യാത്രയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് സ്മാർട്ട് കീ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു പുതിയ സ്മാർട്ട് കീ ആണ് വെന്യൂവിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ലോക്ക്, അൺലോക്ക്, അതുപോലെ റിമോട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താ പറയാ, ഒരു ഓവൽ ഷേപ്പ് അല്ലേ? അതെ. ഇത്ര വിശേഷങ്ങളാണ് നമ്മുടെ പുതിയ വെന്യൂല് വരുന്നത് അല്ലേ? അതെ. ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട്, നമുക്കത് ഒരു വീഡിയോയിലൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റൂല അല്ലെ? ഇല്ല, അത്രയും വേരിയൻസ് നമുക്ക് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ സംസാരിച്ചത് HX10 ആണെങ്കിൽ ഇതിന്റെ താഴെ നമുക്ക് HX8, 7, 6, 5, 4, 2 ഇത്രയും വേരിയൻസ്, 8 വേരിയൻസ് ടോട്ടൽ വരുന്നുണ്ട് പെട്രോളും ഡീസലായിട്ട്. അതെ. ഓക്കെ, അത് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് കിട്ടുമല്ലോ അല്ലെ? തീർച്ചയായും. ഓക്കെ, അപ്പോ ഇവന്റെ എങ്ങനെയാണ് ഹൈറ്റ്, വീൽ ബേസ് കാര്യങ്ങളൊക്കെ വരുന്നത്? നമുക്കിപ്പോ വീൽ ബേസ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2520 ആണ്, അതായത് 20 mm ആണ് കൂടിയിരിക്കുന്നത്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 48 mm കൂടിയിട്ടുണ്ട്, 1665 ആയിട്ടുണ്ട്. നമുക്ക് വിഡ്ത്ത് നോക്കുകയാണെങ്കിലും ഒരു 30 mm, അതായത് 1800 ആണ് ഇപ്പൊ വിഡ്ത്ത് വരുന്നത്. അതായത് 30 mm നമുക്ക് പഴയ വെന്യൂവിൽ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് 190 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ ബൂട്ട് സ്പേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 375 ആയിട്ടുണ്ട്. 350 ആയിരുന്നു പഴയ വെന്യൂവിന്റെ, അത് 375 ആയിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ അടിമുടി മൊത്തത്തില് എല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് മുന്നേ വന്നിരുന്ന 1.2 ലിറ്ററിന്റെ ഒരു നോർമൽ പെട്രോൾ എഞ്ചിനും അതുപോലെ 1 ലിറ്റർ ടർബോ എഞ്ചിൻ, നമുക്ക് നോർമൽ മുന്നത്തെ വെന്യൂവിൽ ഉണ്ടായിരുന്ന 2 എഞ്ചിൻസും ഇപ്പോൾ ഇതിലും ഉണ്ട്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഡീസലിൽ നമുക്ക് മാനുവലി മാത്രമേ കഴിഞ്ഞ വെന്യൂവിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡീസലിൽ നമുക്ക് ഓട്ടോമാറ്റിക് കൂടി അവൈലബിൾ. ടർബോ എഞ്ചിനിന് നമുക്ക് എത്ര കളേഴ്സ് ആണ് വന്നിട്ടുള്ളത്? കളേഴ്സ് നമുക്ക് 6 കളേഴ്സ് ആണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത്. ഡീസലും പെട്രോളും കൂടിയിട്ട് 6 മോണോട്ടോൺ കളേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 2 ഡ്യുവൽ ടോൺ കളേഴ്സും വന്നിട്ടുണ്ട്. അതിൽ 6 മോണോട്ടോണിൽ 3 നമുക്ക് പുതിയ കളേഴ്സ് ആണ്. ഒന്ന് വരുന്നത് നമുക്ക് മിസ്റ്റിക് സഫയർ എന്ന് പറയുന്ന കളർ വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് പുറത്ത് കാണുന്ന ആ നീല കളർ വരുന്നത്. ഓക്കെ, ആ ഒരു ബ്ലൂ കളർ അല്ലേ? പിന്നെ ഒരു ഹേസൽ ബ്ലൂ വന്നിട്ടുണ്ട്, അതൊരു ഡാർക്ക് ബ്ലൂയിഷ് കളറാണ് ഹേസൽ ബ്ലൂ വരുന്നത്. പിന്നെ ഒരു ഡ്രാഗൺ റെഡ് എന്ന് പറഞ്ഞ കളറും വന്നിട്ടുണ്ട്. ഇത് 3 പുതിയ കളേഴ്സ് വരുന്നത്. വന്നിട്ടുള്ളത് കിട്ടുകാച്ചി കളേഴ്സും. അതെ അല്ലെ? അതെ. ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ആബിസ് ബ്ലാക്ക് കളറാണ് വരുന്നത്. മച്ചാനെ, എത്ര ലക്ഷം കൊടുത്ത് മേടിക്കുമ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തായിരിക്കും മൈലേജ് എങ്ങനെയാന്നുള്ളത്? എങ്ങനെയാണ് എന്റെ മൈലേജ് ഡീസൽ പറയുന്നത്? നമുക്ക് ഡീസൽ മൈലേജ് നമുക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 17 കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത്. പെട്രോളിലാകുമ്പോൾ നമുക്ക് 20 ആണ് പറയുന്നത്. 20 അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പിന്നെയൊക്കെ നമ്മൾ എന്താ പറയാ, ആ വാഹനം ഓടിക്കുന്ന അനുസരിച്ച് അല്ലെ, ആ ഒരു വാഹനം സർവീസ് കറക്റ്റ് അപ്ഡേഷനും ചെയ്യുന്ന രീതിയിലായിരിക്കും മൈലേജ് ഒക്കെ. തീർച്ചയായും. അപ്പോ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ഓഫ് റോഡൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല അല്ലെ? തീർച്ചയായും. മെയിൻ ആയിട്ട് എന്താ പറയാ, സുഖകരമായിട്ടുള്ളൊരു യാത്ര അല്ലെ? അപ്പൊ ഇത്ര വിശേഷങ്ങളാണ് വരുന്നത്. എങ്ങനെയാണ് അതിന്റെ പ്രൈസ് ഒക്കെ പറയുന്നത്? നമുക്ക് പെട്രോളിന്റെയും സ്റ്റാർട്ടിംഗ് മോഡൽ 9.5 lakhs ആണ് ഓൺ റോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോപ്പ് മോഡൽ നമുക്ക് 17 lakhs വരെ പോകുന്നുണ്ട്. അതിപ്പോ ഡീസൽ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ നമുക്ക് 19 lakhs ആണ് ഓൺ റോഡ് വരുന്നത്. ബേസ് പെട്രോൾ ആകുമ്പോൾ നമുക്ക് 9.5 ലിറ്ററില്. ഓക്കെ, അത്യാവശ്യം എന്താ പറയാ, നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് ആ ഒരു വാഹനത്തിലും നമുക്ക് ബേസ് മോഡൽ മുതൽക്ക് തന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ 10.25 ടച്ച് സ്ക്രീൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെയൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയാ, എന്തും അഡീഷണൽ ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഷോറൂമിലും ഉണ്ട്. ഇനി പുറത്തു പോയിട്ട് വേണമെങ്കിൽ പുറത്തു പോയിട്ട് ചെയ്യാം. പക്ഷെ അത് നല്ല സ്ഥലങ്ങളിൽ ചെയ്യാന്ന് മാത്രം അല്ലെ? ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഹുണ്ടായി ഈ ഒരു കിടുക്കാച്ചി പുതിയ മോഡലിനെ പരിചയപ്പെടുത്തി തന്ന നമ്മുടെ ലിമുവൽ മച്ചാന് ഒരുപാട് സ്നേഹം, സന്തോഷം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലെ? എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇവിടുത്തെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ഹുണ്ടായി വെന്യൂ ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെ ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം അല്ലെ? ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ. മച്ചവരപ്പം ഇന്നത്തെ വിശേഷം നമ്മുടെ ഹുണ്ടായി വെന്യൂവിന്റെ വിശേഷങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി ഇങ്ങോട്ട് ചൂട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.